ഈ പ്രോഗ്രാമിന് പേരിടാനും തുടങ്ങാനൊക്കെ ചെറിയൊരു കാരണമുണ്ട്. നമ്മളൊരു എറണാകുളത്തുള്ള പ്രോഗ്രാമിൽ ആ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രോഗ്രാമും കൂടി, അതിനിടയിൽ ചാലക്കുടിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം. അതിൻ്റെ ഒരു ഗ്രാൻഡ് ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. കുട്ടികളെ എങ്ങനെ നമ്മൾ പഠിപ്പിക്കണം എന്നുള്ള. അപ്പോൾ അത് തിരുവനന്തപുരത്തൊരു പ്രോഗ്രാമാണ് ഡോക്ടർ രേണുകയും ഡോക്ടർ സുചിത്രയും കൂടി നടത്തിയത്. അതിനിടയിൽ നമ്മൾ ഗുരുവായൂർ വന്ന് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞത്, ഗുരുവായൂർ ഞാൻ 2000 ആദ്യമായിട്ടൊരു പ്രോഗ്രാം ഗുരുവായൂർ. എൻ്റെ ആദ്യത്തെ ടോക്ക് ഇവിടെ കേബിൾ വിഷൻ എന്ന് പറയുന്ന റെക്കോർഡിംഗ് ഒക്കെ നടന്നത് ഗുരുവായൂർ വെച്ചാണ്. അത് കഴിഞ്ഞ 2 months ബാക്ക് അല്ലേ, മെയ്യിൽ പ്രദീപ് എൻ്റെ സഹോദരനാണ്, ഹൈദരാബാദിലുള്ള കോണ്ടാക്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം രാമായണത്തെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. അത് രാമായണ മാസം തുടങ്ങുന്നതിന് മുമ്പാണ് ശരിക്കും. അപ്പോൾ രാമായണത്തിൻ്റെ ഒരു പ്രോഗ്രാം പാഞ്ചജന്യം ഭാരതം എന്ന് പറയുന്നൊരു നാഷണൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അത് ഇന്നലെ മിഞ്ഞാന്ന് വളരെ ഫേമസ് ആയി. ദേവൻ BJP വിട്ടത് ആ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് വന്നപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷനാണ് ഞാൻ. അങ്ങനെ എന്തായാലും നാട്ടിലുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ടാവാം. ഓണത്തിനിടയിൽ കുറച്ച് ദിവസം ഉണ്ടാവും. ഇന്നൊരു മാരേജും ഉണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ. അപ്പോൾ അതും കൂടി അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 17 18 നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യായിരുന്നു. 16 തീയതി സൺഡേ ആണ് ആദ്യം സജസ്റ്റ് ചെയ്തത്. പക്ഷേ 16 തീയതി സൺഡേ ഞാൻ ആലപ്പുഴയിലൊരു പ്രോഗ്രാമിലാണ്. അപ്പോൾ ചൊവ്വാഴ്ച അങ്ങനൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് പലരും പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും നമ്മളേതായാലും പ്ലാൻ ചെയ്തു, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പേരങ്ങനെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ വരെ എനിക്ക് എന്താ പറയേണ്ടതെന്നൊരു രൂപമൊന്നും ഉണ്ടായില്ല. ഓക്കെ, അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, സമാധി എന്ന് പറയുന്നൊരു വാക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഭഗവത്ഗീതയിലാണ്. ഓക്കെ, സാധാരണ സമാധി എന്ന് പഠിപ്പിക്കുന്ന അവസ്ഥയിലല്ല. ഞാൻ പഠിച്ചിട്ടുള്ളത് സ്വാമി രാമയിൽ നിന്നാണ്. സ്വാമി രാമ ഹിമാലയൻ ട്രഡീഷൻ മെഡിറ്റേഷൻ മാസ്റ്റർ എന്ന് പറയുകയാണെങ്കിലും അദ്ദേഹം മാസ്റ്റർ ഓഫ് സൈലൻസ് എന്നാണ് പറയുക. സൈലൻസ്. അദ്ദേഹം എന്താ പഠിപ്പിക്കുക വെച്ചാൽ സമാധി പഠിപ്പിക്കില്ല, സൈലൻസ് ആണ് പഠിപ്പിക്കുക. ഇപ്പോൾ സ്വാമി രാമയുടെ ശിഷ്യൻ സ്വാമി വേദഭാരതിയാണ് എൻ്റെ ഗുരു സമാധിയിൽ. മെഡിറ്റേഷൻ എന്ന പേര് പറയുമെങ്കിലും ഗുരു എപ്പോഴും സമാധിനെ പറയാറുള്ളൂ. അത് സമാധിയും പഠിപ്പിക്കില്ല, സൈലൻസേ പഠിപ്പിക്കുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ടു മീറ്റ് ഹിം. അദ്ദേഹത്തെ നേരിട്ട് ആശ്രമത്തിൽ കാണാനുള്ളത് ചിലർക്കൊക്കെ, വളരെ ചുരുക്കം പേർക്ക് മാത്രമേ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടതിൽ ഒരാൾ ഞാനാണ്. ആ ആശ്രമത്തിൽ പോയിട്ട് 18 ദിവസം സൈലൻസ്, ആരോടും സംസാരിക്കാതിരിക്കണം. വേണമെങ്കിൽ എഴുതിയിട്ട് ചിട്ട് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ എങ്ങനെയാവും നമ്മുടെ പെരുമാറ്റം? കുറേ പ്രശ്നങ്ങൾ തീരില്ലേ? ആണോ അല്ലയോ? അപ്പോൾ അതിനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഗുരു നടത്താറ്. ഞാൻ അവിടെ ഒരു കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടൊരു കോൺഫറൻസ്, പെയിൻ മാനേജ്മെൻറ്റ്. 100-200 പേര് എബ്രോഡിൽ നിന്നൊക്കെ വന്നിട്ടുള്ള, ഹംഗറിയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളൊരു കോൺഫറൻസ് 2008. ആ സമയത്ത് നല്ലപോലെ അസോസിയേറ്റ് ചെയ്തപ്പോഴാണ് ദ പവർ ഓഫ് സൈലൻസ് മനസ്സിലാവുന്നത്. വലിയ ഗുണമുള്ളൊരു സംഭവമാണ്. അത് ഞാൻ ശരിക്കും ആസ്വദിക്കാറുണ്ട്. മിക്കവാറും ഒറ്റക്കാണ്. ആ ഒറ്റക്കുള്ള അത് പറ്റും. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, നമ്മൾ ഹൂ കമ്മ്യൂണിക്കേറ്റ്സ് ടു യു മാക്സിമം. നമ്മൾ ആരോടാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. അതാരോടാണ്? നമ്മളോടാണ്. അത് 99% വേസ്റ്റാണ്, പ്രൊഡക്റ്റീവ് അല്ല. അത് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പം ഇന്ന് രാവിലെ അത് പ്രൊഡക്റ്റീവ് ആക്കിയതാണ് ഭഗവത്ഗീത ബേസ്ഡാണ് ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞത്. കാരണം ആരോട് പറഞ്ഞിട്ടല്ലല്ലോ, ഞാൻ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് വരുന്നതല്ലേ. ഇത് ഇന്ന് തുടങ്ങിയതല്ല.
ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ എനിക്ക് ഭക്ഷണം തന്നതാണ് പാരിജാതമ്മ. രാജേട്ടൻ്റെ വീട്ടിലാണ് എനിക്ക് ഭക്ഷണം ഉണ്ടായിരുന്നത്. അന്ന് തുടങ്ങിയ പ്രഭാഷണമാണ്. അപ്പോൾ നമ്മൾ കുറേ മാർഗങ്ങളിലൂടെ കുറേ പേരെയൊക്കെ കണ്ട് യാത്ര ചെയ്ത്, ഇപ്പോൾ അമേരിക്കയിൽ പോയ സമയത്ത് ഒരു മെഡിറ്റേഷൻ സെൻറ്റർ ഇനോഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മെഡിറ്റേഷൻ സെൻറ്റർ നിങ്ങളുടെ ഉള്ളിലാണ്, ഞാനെങ്ങനെയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്? അല്ലേ? ആണോ അല്ലയോ? പക്ഷെ അതങ്ങനെയല്ല ഇപ്പോൾ നടക്കുന്നത് പലപ്പോഴും അങ്ങനെ അല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ധ്യാനം വരെയൊക്കെ എത്തിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ പറ്റുകയാണെങ്കിൽ സമാധിയിലെത്തുമെന്ന് പറയാൻ പറ്റുള്ളൂ. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അപ്പം ധ്യാനം വരെയൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ, സമാധിയിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അതിന് പല മാർഗങ്ങളുണ്ട്. 3 മാർഗങ്ങളാണ് സാധാരണ പറയുക. ഒന്ന്, ജ്ഞാനം കൊണ്ട് പറ്റും. നല്ല അറിവ് നേടുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ വേറെ ഒരു കാര്യവും നമ്മൾ ആലോചിക്കില്ല, അല്ലേ? അത് സമാധിയാണ് ശരിക്കും. നല്ല കർമ്മം, നല്ല ആക്റ്റീവായിട്ടുള്ള കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ സമാധിയിലെത്താം. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അല്ലാതെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് ഉടനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചെണ്ടെടുത്ത് കൊട്ടുന്നൊരു രംഗമൊക്കെ ഉണ്ട്, അല്ലേ? അയാൾ സമാധിയിലാണ്. കണ്ണടക്കുന്നതല്ല സമാധി എന്നാണ്. ഈ ചാറ്റർ നടക്കപ്പോഴാണ്, ഇതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. പലർക്കും പറ്റുന്നൊരു അബദ്ധവും മാർക്കറ്റ് ചെയ്യപ്പെടുന്നതും അവിടെയാണ്. കണ്ണടച്ചിട്ട് നിങ്ങളോടൊന്നും ആലോചിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ ആലോചിക്കുക? ഇയാൾ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ആദ്യം ആലോചിക്കുക. ഇപ്പോൾ ഇലക്ട്രോ എൻസിലോഗ്രാഫ്, EEG എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ട്. ദാറ്റ് ക്യാൻ മെഷർ യുവർ ബ്രെയിൻ വൈബ്രേഷൻ. ECG കാണാറുണ്ടല്ലോ, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബ്രെയിനിൽ വെച്ചിട്ട്. ഞാനൊക്കെ അതിന് വിധേയനായിട്ടുണ്ട്. നമ്മുടെ ഋഷികേശ് ആശ്രമത്തിൽ നമ്മൾ പോയിരിക്കുക, എന്നിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയുമ്പോൾ ബുദ്ധിയാണോ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ടെസ്റ്റ് ചെയ്തത്. ഓരോരാളെയും വ്യത്യസ്തമായിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയുന്നത് എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല, ഉണ്ടെങ്കിലല്ലേ വർക്ക് ചെയ്യുള്ളൂ, അല്ലേ? ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല പറയണത്. പലപ്പോഴും നമ്മളൊരു പാട്ട് പാടും, ഇപ്പം ഇവിടെ പാടിയ, അല്ലേ, പ്രയർ, ബുദ്ധി വർക്ക് ചെയ്യണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവില്ല. ആ സമയത്ത് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ബുദ്ധി വർക്ക് ചെയ്യണ്ടോ? ഉണ്ടോ? കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യും. ഓടിച്ച് എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾക്ക് ബ്രേക്ക് ഔട്ടുന്ന സമയത്ത് ആലോചിച്ചിട്ടൊന്നുമല്ല ബ്രേക്ക് ഔട്ട്, അറിയാണ്ട് അങ്ങോട്ട് ചവിട്ടിപ്പോകും. ആവശ്യമുള്ളിടത്തൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് അറിവ് വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്ക് ടാക്സിങ് അല്ലാണ്ട് ചെയ്യാൻ പറ്റും. ആ ടാക്സിങ് ആവുന്നത് ബുദ്ധി ഉപയോഗിക്കുമ്പോഴാണ്. ബുദ്ധി ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും കർമ്മം ചെയ്യാൻ സാധിക്കും നമ്മൾ ബുദ്ധി ഉപയോഗിക്കാതെ കർമ്മത്തിൽ ചെയ്യും. അപ്പം ആ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ. ഞാൻ കുറേ വീഡിയോസ് ഇടയിലിടയിൽ ഇട്ടത് ആ സമയത്ത് തോന്നുന്ന ചിന്തകൾ വെച്ചിട്ടാണ്. അപ്പം എൻ്റെ ഗുരു നമ്മളെ പഠിപ്പിക്കാറുള്ളത് സമാധി, മെഡിറ്റേഷൻ, ഇംഗ്ലീഷിലൊരു വേറെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ എന്ന്. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്താൽ, കണ്ണടച്ചിരിക്കുമ്പോഴല്ല സമാധാനം കിട്ടുക. എപ്പോഴാണ്? കണ്ണ് തുറന്ന് വർക്ക് ചെയ്യുമ്പോഴാണ്. എനിക്കിഷ്ടമുള്ളതാവണം. പക്ഷെ അതെങ്ങനെ ഇഷ്ടമുള്ളതാവാം? ഇഷ്ടമില്ലാത്തൊരു പണിക്ക് കൊണ്ട് നിർത്തിയപ്പോഴാണ് അർജുനന് വിഷാദം തോന്നിയത്. വിഷാദം തോന്നിയാൽ കോൺഫ്ലിക്റ്റായി, പിന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫുൾ അല്ലേ, എല്ലാ അർജുന വിഷാദ യോഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ് കംപ്ലൈൻസ് ആണ്. അവസാനത്തുനിന്ന് എന്താണ്? ഭഗവത്ഗീത അവസാനം സമാധാനത്തിലേക്ക്, മോക്ഷ സന്യാസ യോഗം. മോക്ഷ സന്യാസമാണ് സമാധി. നമുക്ക് ചിന്തകളൊന്നുമില്ല, സമാധാനം മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ കിട്ടുന്നതാണ്. ഞാൻ കുറേ ടിഡ്ബിറ്റ്സ് ഓഫ് ഭഗവത്ഗീത ഡോക്ടർ TPS അടിച്ചാൽ, അതുപോലെ
ഹിന്ദുയിസം മലയാളം ചാനലിൽ ലക്ഷ്മി കാനാത്തുമായിട്ടുള്ള ഡിസ്കഷനിൽ രണ്ടാമതും റിപ്പീറ്റ് ചെയ്ത് 1 വർഷം മുമ്പുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ട്. അതിൽ 2 ശ്ലോകത്തിൽ ഭഗവത്ഗീത തീർക്കാം. എന്താണ് ഭഗവത്ഗീതയുടെ എസെൻസ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അല്ല, കേട്ടിട്ടുണ്ടാവില്ല, കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ടാവില്ല ഇല്ലേ? എന്താണ് ഭഗവത്ഗീതയുടെ മെസ്സേജ്? പറയാം, നമുക്ക് ലെറ്റ് us have a dialogue. എന്താണ് മെസ്സേജ്? പറയൂ, എന്താണ് മെസ്സേജ്? കർമ്മം ചെയ്യാനൊന്നും അല്ല. എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? നമ്മളെല്ലാ ചോദ്യങ്ങൾക്കും അവസാനം എത്തുന്നത് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് ആണ് കംപ്ലീറ്റ് അവസാനം വേണ്ടത്. എന്താണ് അൾട്ടിമേറ്റ് ഗോൾ എന്നാണ് ചോദ്യം. അത് വിഷ്ണു സഹസ്രനാമത്തിലും അങ്ങനെ പറയാം. വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമൃദ്ധ ശൂദ്ര സുഖമാപ്നുയാത്. അപ്പോൾ ശൂദ്രനാണ് ഏറ്റവും ഹാപ്പി. പക്ഷെ ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ജ്ഞാനവും ഉണ്ടാവില്ല. വേദാന്തകോ ബ്രാഹ്മണ, പഠിക്കണമെന്ന് താല്പര്യമുള്ളപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ, ഉത്തർപ്രദേശിൽ വർക്ക് ചെയ്യുന്നതൊക്കെ പഠനമാണ്. ക്ഷത്രിയോ വിജയ് ഭവേത്, എനിക്ക് പവർ വേണം, പൊസിഷൻ വേണം എന്നൊക്കെ ആലോചിക്കും. അത് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്, അറിവ് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്. വൈശ്യോ ധന സമൃദ്ധ, കാശ് വരുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്. ഇതെല്ലാം സന്തോഷമാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്താണ് ഇതിൻ്റെയൊക്കെ കോമൺ ഫാക്ടർ? സന്തോഷമാണ്. പക്ഷെ ഇതൊന്നും നിലനിൽക്കില്ല. ഇന്ന് രാവിലെ എന്നെ വിളിച്ച് മാരേജൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 7:30 ആകുമ്പോൾ ഞാൻ മെസ്സേജ് നോക്കിയപ്പോൾ 5 മണിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിളിയാണ്. വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഓഫ് ദ റിച്ചസ്റ്റാണ്. ഞാൻ ഉടനെ വിളിച്ചു. ഇൻ്റർനാഷണൽ കോളാണ്. ഞാൻ ഒരു മിസ് കോൾ അടിച്ചു. എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? സമാധാനം. ഒരു 1 മണിക്കൂറോളം സംസാരിച്ചു. അപ്പം എല്ലാവർക്കും ഉള്ളത് ഇഷ്ടംപോലെ ധനമുണ്ട്, ഇഷ്ടംപോലെ നോളജ് ഉണ്ട്, കുറേ ബിസിനസ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ അറിയാം അല്ലേ? പവറും പൊസിഷനും ഉണ്ട്. 2-3 മാസം മുമ്പ് ബോംബെയിൽ പോയത് അനിൽ അംബാനീൻ്റെ പ്രോബ്ലം തീർക്കാനാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ എന്തില്ല? സമാധാനമില്ല. അപ്പോൾ ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നുള്ള? എവിടുന്ന് കിട്ടുക? പുറത്തുനിന്നല്ല കിട്ടുള്ളൂ എന്നാണ് കിട്ടുക. ഇപ്പോൾ ഭഗവത്ഗീതയിൽ അർജുന വിഷാദ യോഗത്തിൽ നിന്ന് ആദ്യത്തെ ചാപ്റ്ററിലൊന്നും ഭഗവാൻ മിണ്ടുന്നില്ല. കൃഷ്ണൻ സൈക്കോതെറാപ്പിസ്റ്റാണെന്നാണ് പറയാം. നമ്മൾ ശരിക്കും കേൾക്കുക. അദ്ദേഹം എവിടുന്ന് ഇത് പഠിച്ചതെന്ന് ചോദിച്ചാൽ അതിന് മുമ്പത്തെ ജന്മത്തിലാണ്. എവിടെയാണ് പഠിച്ചത്? രാമന് പഠിപ്പിച്ചതാണ്. ആരാ രാമനെ പഠിപ്പിച്ചത്? വസിഷ്ഠനാണ് പഠിപ്പിച്ചത്. അതാണ് ഫസ്റ്റ് സൈക്കോളജി ബുക്ക്, യോഗവാസിഷ്ഠം. പൂർണ്ണേ മനസ്സി സമ്പൂർണം, പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി ഉപാന ഗൂഢപാദസ്യ നനു ചർമാസ്ത്രുതൈവ ഭുവുഹു. ഈ ഓരോ ശ്ലോകവും ആദ്യത്തെ ഒന്ന് അടിച്ചിട്ട് ഡോക്ടർ TPS അടിച്ച് ഇതൊക്കെ ഉണ്ടാവും. പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. പൂർണ്ണേ ഡോക്ടർ TPS അടിച്ച് ഇതുവരെ ഉണ്ടാകും. രാമായണത്തിലുള്ള യോഗവാസിഷ്ടത്തിലുള്ള ഏറ്റവും സമൃദ്ധമായിട്ടുള്ള ഇത് മലയാളത്തിലൊരു അസൽ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട്. കുറേ ബിറ്റ്സ് ഓഫ് മൂവീസ് ഉള്ള ഇല്ലേ? അതിനകത്ത് ശ്രീനിവാസനും മമ്മൂട്ടിയാണോ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അവിടെ കുറേ കുഴപ്പമുണ്ടാക്കും, ലഹളം ഉണ്ടാക്കും, ബസ് നിർത്തിയിട്ട് പടെടുക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പോകുന്നത് ഒരു മരിച്ച വീട്ടിലേക്ക് അർജൻറ്റായിട്ട് പോവാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഒന്നും അറിയില്ലല്ലോ. ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യാനാണ് പോകും. ആലോചിച്ചൊക്കെ ഒരു ടൂറിസം സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്, ആൾക്കാർ അവിടെ നിർത്തി പടക്കെടുക്കും. നമ്മൾ അർജൻറ്റായിട്ടൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട കേസാന്ന് വിചാരിക്കുക. അവർക്ക് ടെൻഷനില്ല, നമുക്കല്ലേ ടെൻഷനുള്ളൂ ഇല്ലേ? ആണോ അല്ലേ? ഇപ്പോൾ കേരളത്തിൽ കുറേ റോഡ് പണി നടക്കുന്നുണ്ട്. എടപ്പാളിൽ നിങ്ങളുടെ ബസ്സിലാണ് വന്നത് ഇല്ല. ഓരോ ജമ്പ് ചെയ്യുമ്പോഴും എന്താ നടുവേന, ഈ ഡോക്ടർക്ക് നന്നായിട്ട് ഓടിച്ചുകൂടെ എന്നല്ലേ നമ്മൾ പറയുള്ളൂ അല്ലേ? നടുവാന ഡോക്ടറുടെ കുഴപ്പമാണോ നമ്മുടെ കുഴപ്പമാണോ? അതേ സമയത്തൊരു ചെറുപ്പക്കാരൻ പയ്യൻ ഈ ബസ്സിൽ പോയിട്ട് ഓരോ ജമ്പ് ചെയ്യുമ്പോഴും അവനെന്താ ചെയ്യുക? എൻജോയ് അല്ലേ? കാരണം 150 ഉറുപ്പിക കൊടുക്കണ്ടേ?
അരമണിക്കൂർ ജമ്പ് ചെയ്യാൻ പാർക്കിൽ പോയാൽ വേണ്ടിയോ? ഈ ജമ്പ് KSRTC ബസ് കേരള റോട്ടിൽ ഫ്രീ ആയിട്ട് തരുമ്പോൾ അത് 30 രൂപയുടെ ടിക്കറ്റിലാണ് കിട്ടുന്നത്. ലാഭമാണോ നഷ്ടമാണോ? എന്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ കുഴപ്പമാണ്. ഇപ്പോൾ ലോകത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം അവനവനാണ് എന്നുള്ളതാണ് അറിയുന്നത്. ഉപാന ഗൂഢപാദസ്യ നനുചർമാസ്തൃത്, പോകുന്നിടത്തൊക്കെ ദുഃഖമാണ്. രാമൻ ദശരഥനോട് പറഞ്ഞത് നിങ്ങൾക്ക് ഭരിക്കാനൊന്നും അറിയില്ല അച്ഛാ, എല്ലാവർക്കും ദുഃഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ നിന്നെ നന്നാക്കണമെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞേച്ച് പഠിപ്പിച്ചത് എന്താണ്? നീ പോകേണ്ടിടത്തൊക്കെ ഈ കുറ്റം കാണുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് അച്ഛൻ ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭരിക്കുന്നതെല്ലാം കുഴപ്പമാണെന്ന് പറയും അല്ലേ? ഓപ്പോസിഷൻ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാം തെറ്റ് മാത്രമല്ലേ കാണുള്ളൂ, അവരുടെ പണിയേതല്ലേ. ആ മനസ്സങ്ങോട്ട് മാറ്റിയാൽ നമുക്കൊക്കെയുള്ള കുഴപ്പമാണ്. അറിയുമ്പോഴാണ് കുഴപ്പം. ചിലപ്പോൾ അറിവ് നല്ല കൂടുതലുണ്ടായാലും ബുദ്ധിമുട്ടാണ്, വിഷമമാണ്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലേ? അപ്പോൾ നല്ല റോഡ് സൈഡിൽ നല്ല ചായയും വടയൊക്കെ വെക്കുന്ന ഒരു കടയുണ്ടാവും. റോഡ് സൈഡിൽ തട്ടുകടയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇല്ലേ? അത് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം നോക്കുമ്പോഴാണ് എൻ്റെ താഴത്തെ ഡ്രൈനേജിൻ്റെ ഒരു ലിഡ് കുറച്ച് അടന്ന് കിടക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് കണ്ട താഴത്ത് കൂടുതൽ ഒഴുകുന്നുണ്ടെന്ന്. പിന്നെ അവിടുന്ന് ചായ കുടിക്കാൻ പറ്റും? ഇത്രയും ദിവസം കുടിച്ച അറിവില്ലാത്തതുകൊണ്ടാണ്. അറിവ് വരുമ്പോൾ സന്തോഷം പോകും ചിലപ്പോൾ. എല്ലാത്തിനും ഇതാണ്. അതിൻ്റെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ അറിവുകൾ ആണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം. ഇപ്പം സൈനിക്പുരി എന്ന് പറയുന്ന സ്ഥലത്ത് മിട്ടു എന്ന് പറഞ്ഞിട്ടൊരു ഐ ഡോക്ടറുണ്ട്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്, പണ്ട് സ്ഥിരമായിട്ട് അവിടെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, അന്ന് സൈക്കോളജി പഠിക്കുന്ന കാലമാണ്. അപ്പോൾ ഞാൻ പറയും ഇരുന്നോട്ടെ അകത്തെന്ന് ചോദിച്ചു. ബാക്കി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് ഇരിക്കാൻ സമ്മതിക്കാറില്ലല്ലോ. ഞാൻ സ്പെഷ്യൽ കേസിൽ പോയി ഇരിക്കാറുണ്ട്. ഇനി ഈ പേഷ്യൻസിൻ്റെ സൈക്കോളജി നമുക്ക് പഠിക്കാം. അപ്പോൾ മിട്ടു പറയപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അൺഎഡ്യൂക്കേറ്റഡ് ആണ് എളുപ്പം ഒറ്റ ടെസ്റ്റിൽ കറക്റ്റായിട്ട് പറയും. നമുക്ക് ഡോക്ടറെ വിശ്വാസമില്ല അല്ലേ? അപ്പോൾ ഒരു സാധനം വെച്ചിട്ട് നോക്കുമല്ലോ, നോക്കിയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചാൽ ആ ഉണ്ടെന്ന്. എന്നാൽ അത്ര ക്ലിയർ അല്ല എന്ന് പറയും അടുത്ത വാക്ക് പറയുമല്ലയോ. എന്നിട്ട് ഇയാളത് മാറ്റി വെച്ചിട്ട് വിട്ടു പറയും ഇപ്പം ഞാൻ കാണിച്ചതാണ്. അത് തന്നെ തിരിച്ചു ഇപ്പോഴോ എന്ന് ചോദിക്കും. ആ ഇപ്പോൾ ക്ലിയർ ആണ്. ഇതേ സാധനം കൊടുത്തത്. ആദ്യത്തെ കമ്പ്യൂട്ടർ ടെസ്റ്റിൽ തന്നെ കറക്റ്റായിട്ട് അറിയാം, പിന്നെ ഒന്ന് കൺഫേം ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? അതേ സമയത്ത് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും, കുറച്ച് കാണുമ്പോഴും ആ കറക്റ്റായിട്ട് കാണുന്നത്, പ്രിസ്ക്രൈബ് ചെയ്യാൻ ഒറ്റ ടെസ്റ്റ് മതി. ആ സമയത്താണ് അവിടെ ഒരു മുസ്ലിം ലേഡി, കുറേ വയസ്സായി, 90 വയസ്സുള്ള ഒരു ലേഡി വന്നു. ടെസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഉണ്ട് ആദ്യമായിട്ടാണ് കണ്ണടയൊന്നും ഇല്ലാണ്ട് ആ വയസ്സിലുള്ള ഒരാളെ ഞാൻ കാണുന്നത്. ടെസ്റ്റ് ചെയ്തിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു, നിങ്ങളുടെ ഒരു കണ്ണ് കാണുന്നില്ല ഒന്നും. ആ അത് കുറേ കാലമായി കാണുന്നില്ല. അവർക്ക് ഒരു കുഴപ്പമില്ല, അത് അവർക്ക് അറിയാം കണ്ണ് കാണുന്നില്ല, അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പേപ്പർ വായനയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. 4 പേപ്പർ വായിക്കും എല്ലാ ദിവസവും. അത് ഒരു കണ്ണുണ്ടായാലും വായിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് 2 കണ്ണുണ്ടായിട്ട് നമ്മൾ പേപ്പർ വായിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പം നമുക്കൊരു കർമ്മം ഏറ്റെടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ എല്ലാ അലോഹ്യവും ഇല്ലാണ്ടാവും. ഏറ്റവും വലിയ പ്രശ്നം 1 അറിവില്ല, കൃത്യമായിട്ടുള്ള അറിവില്ല. 2 കൃത്യമായിട്ടുള്ള കർമ്മം നമ്മളെ ബന്ധിക്കുന്നില്ല കർമ്മത്തിൽ. എന്നാണ് നമ്മൾ ബെനിഫിറ്റിലാണ് ബന്ധപ്പെടുന്നത്. അതാണ് ഭഗവത്ഗീത ലക്ഷ്യം. ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ എന്തായാലും ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ വന്ന് നിന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പറയുന്നതിൽ എന്താ അർത്ഥം? ഇപ്പോൾ ആദ്യം വഴക്കൊക്കെ പറയും, പക്ഷെ ഭഗവത്ഗീത ഒന്നും വഴക്ക് പറയുന്നൊന്നും ഭഗവത്ഗീത ഭാഗമല്ല. ശരിക്കും ഭഗവത്ഗീത പറയുന്നത് അശോച്യാനന്യശോചസ്ത്വം. എത്രാമത്തെയാണ്? 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ അധ്യായമാണ് ഭഗവത്ഗീതയുടെ കാതൽ എന്ന് പറയുന്നത്. 1-ാമത്തെ അധ്യായം ബോറിംഗ് ആണ്. അതുകൊണ്ടാണ് പലരും ഭഗവത്ഗീതയിൽ ചാടി വീഴുമ്പോൾ ഒരു സുഖമില്ലാത്തത്. 1-ാമത്തെ അധ്യായം വായിച്ചു തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവും. 7-ാമത്തേത് കാർപ്പണ്യോ ദോഷോപഹത സ്വഭാവ, അർജുനൻ്റെ സബ്മിഷനാണ്. 11-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ശരിക്ക് പറഞ്ഞാൽ ഭഗവത്ഗീത തുടങ്ങുന്നത്. ആർക്കെങ്കിലും അറിയുമെങ്കിൽ അല്ലെങ്കിൽ ചൊല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ ബുക്ക് ഉണ്ടെങ്കിൽ ചൊല്ലാം, അപ്പോഴേ വർക്ക്ഷോപ്പ് ആവുള്ളൂ. അറിയോ?
അശോച്യാനന്യശോചസ്ത്വം. ആരാ ചൊല്ലുന്നവരിഷ്ടം പോലെ ഉണ്ടാവും, ഉറപ്പാ. താല്പര്യമുണ്ടെങ്കിൽ അശോച്യാനന്യശോചസ്ത്വം. വളരെ സിമ്പിളാണ്. അശോച്യ, ഡോണ്ട് ബി സാഡ് എന്ന്. ഓക്കെ, ദുഃഖിക്കരുത് എന്നാണ്. അത് കഴിഞ്ഞ് ഭഗവത്ഗീത എൻഡ് ചെയ്യുന്നത്, വായിച്ചു തുടങ്ങി നമ്മൾ കുറേ സമയം പോകും. ഞാൻ ഒരു ഇൻട്രോ പോലെ പറഞ്ഞു പോവാണ്. ഭഗവത്ഗീത എൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഉത്തരമാണ്, അല്ലെങ്കിൽ അവസാനത്തെ വാക്ക് എന്ന് പറയും. തുടങ്ങുന്നതിൽ അശോച്യാണ്, ദുഃഖിക്കരുതെന്ന്. 18ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പലരും ഭഗവത്ഗീത പഠിപ്പിക്കാറില്ല കേട്ടോ, എളുപ്പം തീർക്കാനുള്ള മാർഗ്ഗമാണ്. ഞാനിത് ഇങ്ങനെ ക്രോസ് റെഫറൻസുകളിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഓരോ ശ്ലോകവും മറ്റു ശ്ലോകങ്ങളായിട്ടുള്ള ബന്ധം, എവിടെയാണ് എന്തിൻ്റെ ഉത്തരം കിട്ടുക എന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 2ാമത്തെ അധ്യായത്തിൽ 11ൻ്റെ തൊട്ടടുത്ത് 18-ൽ 66 ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എവിടെയാണ്? അല്ലെങ്കിൽ അവസാനം പറയുന്നത് എന്താണ്? അവസാന വാക്ക്, ആദ്യ വാക്കും അവസാന വാക്കും പറഞ്ഞാൽ അല്ലേ? ബാക്കി ഇടയിൽ പറയുന്നതൊക്കെ ന്യായം മാത്രമല്ലേ? ആണോ അല്ലയോ? അപ്പോൾ 66ാമത്തെ ശ്ലോകം എന്താ പറയണത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നിങ്ങളുടെ കുഴപ്പം ദുഃഖമാണല്ലോ, അപ്പോൾ എന്ത് ചെയ്യണം? മാമേകം ശരണം വ്രജ. മാമേകം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ലയിക്കുക എന്നാണ് ഭക്തിപരമായിട്ട് പറയുമ്പോൾ. ഭഗവത്ഗീത 3-4 തരത്തിൽ നമുക്ക് കാണാം. ഒന്ന് ഭക്തിപരമായിട്ട് കാണാം, മറ്റൊന്ന് കർമ്മപരമായിട്ട് കാണാം. അപ്പം മാമേകം ശരണം വ്രജ എന്ന് ഭഗവാൻ പറഞ്ഞാൽ കർമ്മികൾക്ക് എന്താണ്? നിന്റെ പണി നീ ചെയ്യാം, കോൺസെൻട്രേറ്റ് ചെയ്ത് പണി ചെയ്താൽ മാമേകം ശരണം വ്രജ. പിന്നെന്താ പറ്റുക? അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൊളിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ദോശ ഇടാനൊക്കെ നോക്കി കൃത്യമായിട്ട്, പക്ഷെ അത് ശരിയായില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? ഞാൻ ചെയ്യാനുള്ള പണിയൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫലം കിട്ടിയില്ല, ഒന്നും കുഴപ്പമൊന്നുമില്ല. അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷ. അപ്പോൾ മോക്ഷായി 18ാമത്തെ അധ്യായം മോക്ഷ സന്യാസ യോഗമാണ്. മോക്ഷായി. പിന്നെന്താ വേണ്ടത്? ശുച, ഡോണ്ട് ബി സാഡ്, ദുഃഖിക്കരുത്. അപ്പോൾ ഭഗവത്ഗീത തുടങ്ങുന്നത് എവിടെയാ? 1ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ ശ്ലോകം അല്ല, 2ാമത്തെ അധ്യായത്തിൽ 7 മുതലൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ബാധകമല്ല. 6ഉം 7ഉം ഒക്കെ അർജുനൻ്റെ കഷ്ടപ്പാടുകളൊക്കെ പറയും, അതുമില്ല. തുടങ്ങുന്നത് 11ാമത്തെ ശ്ലോകത്തിലാണ്. അശോച്യാന്ന് തുടങ്ങും, ശുച എന്ന് പറഞ്ഞു തീരും. അപ്പോൾ ഭഗവത്ഗീത ദുഃഖിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദുഃഖമുള്ള ചിന്തകളാണ്, ആണോ അല്ലയോ? ഞാനൊരു തമാശ പറഞ്ഞു എന്ന് വിചാരിക്കാം. ആ തമാശ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ട് പറഞ്ഞു, 1 മാസം കഴിഞ്ഞ് അതേ തമാശ 2ാമത്തെ പ്രാവശ്യം പറഞ്ഞു. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. വീട്ടുകാരെന്ത് പറയും? എന്തോ ഒരു കുഴപ്പമുണ്ട്, ശരിയല്ല എന്ന് പറയുമോ ഇല്ലയോ? അല്ലേ? ഒരു ദുഃഖം 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലോ ആരെങ്കിലും തലക്കുഴപ്പമുണ്ടെന്ന് പറയും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തേ ഉള്ളൂ? ദുഃഖം മാത്രമേ ഉള്ളൂ. അതൊരു പൊതുന്യായമാണ്, ആണോ അല്ലയോ? അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 58 വർഷമായി. എന്നാലും ഞങ്ങളൊക്കെ ഒത്തുകൂടുമ്പോൾ പറയുന്ന കഥ എന്തായിരിക്കും? അച്ഛൻ്റെ മരണമാണ് പറയണത്. അതിലിപ്പോൾ എന്താ എല്ലാവരും മരിച്ചു പോയി. അങ്ങനെയല്ല, പക്ഷെ നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേ സമയത്ത് ഒരു പ്രാവശ്യം നടന്ന എന്തെങ്കിലും തമാശ കഥ ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലോ ആർക്കും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ ദുഃഖത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടൈം പാസ്. അത് പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇടയിലിടയിൽ പറയുന്നുണ്ട്, ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥി. കുറച്ച് കാറ്റഗറീസൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് ഭഗവാന്റെ അടുത്ത്. ആരൊക്കെയാണത്? ആർത്തോ എന്ന് പറഞ്ഞാൽ ദുഃഖിതരന്മാരാണ്. ആർത്തി കൂടുമ്പോഴാണ് ആർത്തം ഉണ്ടാവുക. ആർത്തി ഉള്ളപ്പോൾ നമുക്ക് ദുഃഖം വരുന്നവനാണ് ആർത്തോ. പിന്നെ ആരാണ്? കുറച്ച് പേരൊക്കെ വരും, ആരൊക്കെ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. ആ ജിജ്ഞാസ ബാക്കി കാര്യങ്ങളിലൊന്നുമല്ല, എത്ര ആൾക്കാരുണ്ട്, ആരൊക്കെയാണ് വന്ന്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതൊക്കെ അറിയാൻ പോകുന്ന കുറേ പേരുണ്ട്. അർത്ഥാർത്ഥി, കാര്യങ്ങൾ വല്ലതും കിട്ടുമെന്ന്. ഇന്നലെ നമ്മൾ രാത്രി അവിടെ നിൽക്കുക പറഞ്ഞതുപോലെ അതിനൊരു വികട ശ്ലോകമുണ്ട്. വിശ്വാദീശ്വര രൂപയായിരമെനിക്ക് കേട്ടിട്ടുണ്ടത്?
വിശ്വാധീശ്വര. ആരാ വിശ്വാധീശ്വരൻ? ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കോൺട്രാക്റ്റാണ്. എന്താ കോൺട്രാക്ട്? രൂപ 1000 എനിക്ക് റൊട്ടിലങ്ങാൻ കിടന്ന് ആശ്വാസത്തിന് കിട്ടുമെങ്കിൽ ഏകാമതിൻ പാതി ഞാൻ. ഇവിടെ വരുന്നതിൽ 90% ആൾക്കാരും അങ്ങനെയാണ്. ആണോ അല്ലയോ? എനിക്ക് ഇന്നത് കിട്ടിയാൽ തുലാഭാരം, ഇന്നത് കിട്ടിയാൽ ഇന്നത് തരാം. എല്ലാം കോൺട്രാക്റ്റ് അല്ലേ? ഭഗവാൻ അറിയാം ഇയാൾ ഇടക്കിടക്ക് പറ്റിക്കുന്നു. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറന്നുപോകും ഇദ്ദേഹത്തെ. ആണോ അല്ലയോ? വിശ്വാസം കുറവായിങ്കിലോ തിരുവടിക്കുള്ളൊരു പങ്കിച്ഛായോഗ്യമെടുത്ത് ബാക്കി തരണേ, പിന്നെന്തു പേടിക്കുവാൻ. ഞാൻ 500 രൂപ തരാമെന്നല്ലേ പറഞ്ഞത് ഭഗവാനെ. ഞാനിന്താ ഇവിടെ വരെ വന്നിട്ട് കഷ്ടപ്പെട്ടിരുന്നത് ഇടാൻ നിൽക്കുന്ന ഹുണ്ടിയിൽ 500 എടുത്തിട്ട് അഡ്വാൻസ് ആയിട്ട് ഇട്ട് 500 റോട്ടിലിട്ടാന്ന് ഞാൻ അതുകൊണ്ട് സമാധാനപ്പെട്ടു. ഇങ്ങനെയാണ് മിക്കവാറും ഭക്തന്മാർ. കാര്യത്തിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവനവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലാതെ. ഇതിനൊക്കെ ഇഷ്ടകർമ്മം എന്നാ പറയാം. എന്താ പറയാ? ഇഷ്ടകർമ്മം. കർമ്മം 2 തരത്തിലുണ്ട്. സനാതന കർമ്മികൾ, സനാതന മൂല്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ഇഷ്ടകർമ്മം, രണ്ടാമത്തെ കർമ്മം പൂർത്തകർമ്മം. എന്താണ് സനാതനം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ആൻസർ പറയണമെങ്കിൽ ഇഷ്ടാപൂർത്തം എന്നാണ്. അത് ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടാണ് എൻ്റെ ഗുരു. അദ്ദേഹം എന്നെ പഠിപ്പിച്ചാണ്. ഇഷ്ടാപൂർത്തത്തിന് ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ. ഞാൻ പണ്ടൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, ഇഷ്ടാപൂർത്തത്തിലൂടെ. KPC ഹൈദരാബാദിൽ കുറേ പ്രഭാഷണം നടത്തിയ സമയത്ത് എല്ലാത്തിൻ്റെയും ഒറ്റ കണ്ടന്റാണ് ഇഷ്ടാപൂർത്തമാണ്. നമ്മുടെയൊക്കെ ധർമ്മം, ഭാരതീയ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടാപൂർത്തം എന്നാണ്. ക്ഷേത്രങ്ങളൊക്കെ ഇഷ്ടകർമ്മങ്ങളാണ്, പക്ഷെ അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പൂർത്തകർമ്മം. ഇഷ്ടതേ ലഭതേ സ്വർഗം പൂർത്തേ മോക്ഷമവാപ്നുയാത്മ. ഇഷ്ടകർമ്മം ചെയ്താൽ സ്വർഗത്ത് പോകും, ടെമ്പററി ഹാപ്പിനെസ് കിട്ടുന്ന അർത്ഥം. പൂർത്തകർമ്മം ചെയ്താലോ പെർമനന്റ് ഹാപ്പിനെസ് കിട്ടും. പൂർത്തേ മോക്ഷമവാപ് ഇഷ്ടതേ ലഭതേ സ്വർഗം പൂർത്തേ മോക്ഷവനം ആപ്നുയാത്. മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പൂർത്തകർമ്മം ചെയ്യണം. വാപീ കൂപതടാകാനി ദേവതാനയനാനിച്ച അന്നപ്രധാനമുദ്യാന്നം പൂർത്തം നിത്യവിധീയതയാണ്. കുളം കുഴിച്ചാൽ വെള്ളം ഞാൻ മാത്രം കുടിക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ കുളം കുഴിക്കണേ? അല്ല. കിണർ കുത്തുന്നതോ? തെങ്ങ് നടുന്നതോ? തേങ്ങ ഫുൾ ഞാൻ തിന്നാൻ വേണ്ടിയിട്ടാണോ? അല്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓരോ ചെടികളും നടുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നടുന്നത്? ഒരു മാവ് നട്ടാൽ ആർക്കൊക്കെ ഗുണമുണ്ടാവും? ജനറേഷൻസിൽ കഴിക്കാൻ പറ്റും മനുഷ്യന്മാർക്ക്, പക്ഷികൾക്ക് പറ്റും, കുരങ്ങന്മാർക്ക് പറ്റും, പ്രാണികൾക്കും കീടങ്ങൾക്കും പറ്റും, അല്ലേ? അവരൊക്കെ ജീവിക്കുന്നത് അതിനല്ലേ? അത്തരം കർമ്മങ്ങൾക്ക് അത് ചെയ്യുന്ന സമയത്ത് ഫലപ്രധാന ഉദ്യാനം എന്നാണ്. കാണാൻ കൊള്ളുന്ന മരം വെച്ചിട്ട് കാര്യമില്ല, ഇലകൾ മാത്രം. പൂക്കളുണ്ടായാലും കുഴപ്പമില്ല, കാരണം അതിനകത്ത് നിന്നുണ്ടാവും. വണ്ടിന് തേൻ കുടിക്കാം, അല്ലേ? റബ്ബറിന്നും തേനുണ്ടാക്കും. റബ്ബർ മരത്തിലും ഇപ്പൊ കിട്ടുന്ന തേനൊക്കെ നിങ്ങളുടെ ധാരണ എന്താ? പൂക്കൾ നിന്നാ? എല്ലാ ഇലകളിലും മധുണ്ട്. ആ മധു മാത്രം എടുക്കാൻ കഴിവുള്ള ഏകജീവിയാണ്. അടുത്ത കാലത്തൊരു ABCയിലൊരു ഡിസ്കഷൻ വിളിച്ചു കൊച്ചിയിൽ. എന്നെ പിക്കപ്പ് ചെയ്യാൻ വരുന്ന ആളാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്നത്. ഓണർ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, ഇന്ന ടോപ്പിക്കുകളൊക്കെ അന്ന് ഡോക്ടർ TPS പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്തിയതും പറഞ്ഞതും ഫോൺ ചെയ്യുന്നതും ഒക്കെ ഗേറ്റ് കടക്കുമ്പോഴാണ്. ഞാൻ കയറി നേരെ IMA ഹാളിൽ അന്ന് കണ്ടപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, കാറിലേക്ക് പറഞ്ഞു, പേനിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കഷൻ. പേനാണ് അല്ല, എന്നോടിപ്പോൾ എന്ത് ചോദിച്ചാലും പറയുന്നതാണോ? അതുകൊണ്ടാണ് എന്നെ പറ്റിക്കാനാണ് ചോദിച്ചത്. കുഴപ്പമില്ല, പേനിനെ കുറിച്ച്. പയ്യന്നൂർ കോളേജിലാണ് ഞാൻ പഠിച്ചത്. പയ്യന്നൂർ കോളേജിൽ ഒരു സുവോളജി പ്രൊഫസറുണ്ട്, ജോൺ C. ജേക്കബ്. അദ്ദേഹത്തിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് പേനിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം മദ്രാസിൽ പാരീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ബസ്തിയിൽ പോയിട്ട് രാവിലെ 10 രൂപ കൊടുത്തിട്ട് തലേന്ന് പേൻ കളക്ട് ചെയ്തുകൊണ്ടിരും. സുവോളജിയിൽ അങ്ങനെയൊക്കെയല്ലേ റിസർച്ച് ചെയ്യാം, ആണോ അല്ലയോ? അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ പറയാമെന്ന് വിചാരിച്ചാൽ അവിടെ എത്തിയിട്ട് ഇൻ്റർവ്യൂവിന് ഇരുന്ന് തൊട്ട് മുമ്പിൽ ഇരിക്കുമ്പോൾ പറഞ്ഞത്, എന്നാൽ നമുക്ക് തുടങ്ങല്ലേ? ശരി, ഞാൻ റെഡിയാ ജോൺസിനെ പറയാനൊക്കെ. അപ്പോൾ തേനാണ്. ഈ കേട്ട ആൾ മാറിപ്പോയി. ഗ്രന്ഥം 3 പകർത്തിയിടിൽ മുഹൂർത്തം മൂത്രമായിടുന്ന. ഈ പറഞ്ഞു വരുമ്പോൾ തെറ്റിപ്പോവും. ഇങ്ങനെയൊക്കെ രസമാണ്, അബദ്ധമാണ്.